ആദിലയും നൂറയും കൂടെ കൺഫഷൻ റൂമിൽ വിളിച്ചിട്ട് 3/4 മണിക്കൂർ ഇവരെ അതിനകത്ത് ഇരുത്തിയിട്ട് ബിഗ് ബോസ് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. എന്താണ് അതിനകത്തുനിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് ആകെ മൊത്തം ഒരു മാറ്റം. ഇന്ന് ഇപ്പൊ ലൈവിനകത്ത് ഈ പറയുന്ന പോലെ കളി കഴിഞ്ഞു. 3.5 ലക്ഷം രൂപ നൂറയ്ക്ക് കിട്ടി. അത് ശരിക്കും ബിഗ് ബോസിന് അങ്ങനെ ഒരു സംഭവം കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം വീട്ടുകാരാണോ ഇത് നിശ്ചയിച്ച് പണം കൊടുക്കാനുള്ളത്? ആദ്യമായിട്ട് കാണാണ് വീട്ടുകാർ നിശ്ചയിച്ച് ഒരാളുടെ കയ്യിൽ പണം കൊടുക്കുന്നു. കൺഫഷൻ റൂമിന്റെ കേസ് വൻ വിവാദമാവുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് ലൈവ് അപ്ഡേറ്റ് കൺഫഷൻ റൂമിന്റെ കേസും എല്ലാം പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. സംഭവം ഈ പറഞ്ഞ പോലെ ഇന്നലെ അല്ലല്ലോ, മെനിഞ്ഞാന്ന് നമ്മുടെ നൂറയും ആദിലയും കൂടെ കൺഫഷൻ റൂമിലോട്ട് വിളിക്കുന്നുണ്ട്. കൺഫഷൻ റൂമിലോട്ട് വിളിച്ചിട്ട് നമ്മുടെ ഈ ബാങ്ക് ടാസ്ക് തുടങ്ങുന്ന ആ ഒരു അത് അതിന്റെ സ്റ്റാർട്ടിങ് ഡേയിലാണ്. അപ്പൊ ഇവരെ വിളിച്ചിട്ട് ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം ഇവരെ പിന്നെ കാണിക്കുന്നില്ല. കൺഫഷൻ റൂമിൽ എന്താണെന്ന് കാണിക്കുന്നില്ല. അവര് തിരിച്ചു വന്നിട്ടെന്ന് എന്താണെന്ന് തിരിച്ചു വരുന്നത് കാണിക്കുന്നില്ല. എപ്പിസോഡിലില്ല. അപ്പൊ ആക്ച്വലി ഞാൻ ഈ സംഭവം ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഈ സാധനം ശ്രദ്ധിക്കുന്നില്ല. ഞാനിത് കണ്ടോണ്ടിരിക്കുകയാണ്. വേറെ കണ്ടന്റ് ഉണ്ടെങ്കിലല്ലേ നോക്കുള്ളൂ, അല്ലെങ്കിൽ ഫോണിൽ കുത്തി ഇരിക്കും. അപ്പൊ ഇത് ഒരാളെടുത്ത് അയച്ചു തന്നു. ഈ സാധനം എടുത്ത് വെച്ചിട്ട് നോക്ക്, ഇത് കൺഫഷൻ റൂമിൽ ഇവർ പോയിട്ട് വന്നതിന് ശേഷമാണ് സാധനങ്ങളൊക്കെ വരുന്നത്. എവിടെ? സ്റ്റോർ റൂമിന്റെ സാധനങ്ങളൊക്കെ വരുന്നു. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടപ്പോ സന്തോഷമായി, അവരെ കണ്ടപ്പോ സന്തോഷമായി. ഇങ്ങനെ ആദിലും നൂറ ഇവിടെ പോസ്റ്റിൽ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൺഫഷൻ റൂമിൽ പോയതിനു ശേഷം. അപ്പൊ അനീഷ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഫ്രൂട്ട്സ് പറക്കി 1 2 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റേഷൻ വരുന്നുണ്ട്. അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ പറക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ പ്രശ്നം നടക്കുകയാണ്. കൺഫഷൻ റൂമിൽ ആരോ ഫോൺ വിളിച്ചു, അല്ലെങ്കിൽ ആരൊക്കെയോ കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഷയം നടക്കുവാണ്. ശരിക്കും അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ശരിക്കും എനിക്ക് അയച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ആ ക്ലിപ്പിനകത്ത് അവർ ആരെയോ കണ്ടതുപോലെ അല്ലെങ്കിൽ ആരെയോ കേട്ടതുപോലെയാണ് അവരുടെ സംസാരം. ഇനി ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പാടുണ്ടോ, കാണിച്ചു കൊടുക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പൊ കാണിച്ചു കൊടുത്തെന്നോ കേൾപ്പിച്ചു കൊടുത്തെന്നോ എന്നും പറഞ്ഞ് നിങ്ങൾ മലയാളം ബിഗ് ബോസ് ആണെന്നുകൊണ്ട് അങ്ങനെ യാതൊരുവിധ പ്രശ്നവും ഇല്ല. അത് എല്ലാ സീസണിലും നടക്കുന്ന സാധനം തന്നെയാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ മൊത്തം ലൈവ് ആയിട്ടുള്ള ഒരു സാധനമല്ല. ഡിഫേർഡ് ആണ്, എഡിറ്റഡ് ആണ്, പിന്നെ അതിനൊരു ഔട്ട്ലൈൻ ഉണ്ട്. അപ്പൊ അങ്ങനെ കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റൂല മക്കളെ. ഇപ്പൊ തന്നെ അന്ന് ലക്ഷ്മിയുടെ കുഞ്ഞിനെ ലക്ഷ്മിയെ കൺഫഷൻ റൂം വഴി കാണിച്ചിട്ടുണ്ട്. അത് ലക്ഷ്മി പുറത്തു വന്നപ്പോഴാണ് പറഞ്ഞത്. ഈ സംഭവം ഞാൻ അറിഞ്ഞായിരുന്നു. ഞാനത് പറയാത്ത കാരണം ഞാൻ പറഞ്ഞു എന്തിനാണ് ഒരു വിവാദം ഉണ്ടാക്കി വിടുന്നത്, ടെലികാസ്റ്റ് ചെയ്യുന്ന സാധനം നിങ്ങൾ കണ്ടാൽ പോരെ എന്ന് വിചാരിച്ചാൽ ഞാനൊന്നും വേണ്ടിയില്ല. അതുകൊണ്ട് അതിനുശേഷം അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അതിന് 100 ആരെങ്കിലുമൊക്കെ വിക്റ്റാകും അതിന്റെ ഇന്റർവ്യൂ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തന്നെയാണ് ആൾക്കാർ മൊത്തം പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അവരുടെ സംസാരം കേട്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ദെൻ ലൈവിനകത്ത് ഈ പറയുന്ന പോലെ ആദ്യം നമ്മുടെ ആ ഒരു ടാസ്കില് അനീഷ് ഔട്ട് ആവുന്നു, ദെൻ അനുമോൾ ഔട്ട് ആവുന്നു, ഷാനവാസ് ഔട്ട് ആവുന്നുണ്ട്. സാബുമാനെ മൂന്നാമത്തെ റൗണ്ട് വരുമ്പോഴത്തേക്കും നൂറ സാബുമാൻ്റെ എടുത്തുകൊണ്ട് പോയി സാബുമാനെ ഔട്ടാക്കുന്നു. അടുത്ത 4ാമത് ഔട്ടാവാനായിട്ട് ഇനി ബാക്കി 3 പേര് മാത്രമേ ഉള്ളൂ. ആദിലയുണ്ട്, നൂറയുണ്ട്, അക്ബറുണ്ട്. അപ്പൊ ആദിലയ്ക്കും നൂറയ്ക്കും വേണമെങ്കിൽ കളിക്കായിരുന്നു, ഒരുമിച്ച് നിന്നിട്ട് അക്ബറിനെ വെളിയിലാക്കാമായിരുന്നു. പക്ഷെ നൂറയുടെയും അക്ബറിന്റെയും ബോക്സുകളാണ് അടുത്തടുത്ത് നിൽക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരുടെ പ്ലാൻ ഇട്ടിട്ട് ആദിലെ പുറത്താക്കാം, ഇല്ലെങ്കിൽ എനിക്ക് പണി കിട്ടുമെന്ന് നൂറയ്ക്ക് മനസ്സിലായി. ഇവർ രണ്ടുപേരുടെ പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്തു, ആദിലെ പുറത്താക്കി. ആദിലെ ഇത്തിരി കലിപ്പോടെ നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് രാത്രിയിലുള്ള കവാലം പൊളൊക്കെ പൊട്ടിക്കും. കാരണം ഇവരുടെ കൂടെ നിന്ന് കളിച്ച് ആദിലെ വെളിയിലാക്കിക്കൊണ്ട് ആദിലെ എന്തായാലും ഒന്നാമത് നൂറയാണ് വെളിയിലാക്കി, അതിന്റെ കളി പൊളന്ന് കാണിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ അടുത്ത് ബിഗ് ബോസ് ട്വിസ്റ്റ് വെച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയത്, എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഇതിനകത്ത് വരും. കാരണം 4 റൗണ്ടേ പറഞ്ഞിട്ടുള്ളൂ. 7 പേരുള്ള കളിയിൽ 5 പേര് പുറത്ത് പോകുന്നത് വരെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റ് റൗണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്തോ ട്വിസ്റ്റ് എനിക്ക് മണക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ബിഗ് ബോസ് പറഞ്ഞ് വീട്ടിലുള്ള നിങ്ങളെല്ലാവരും കൂടി തീരുമാനിക്ക്, എന്താണ് ആർക്കാണ് ഇത് കൊടുക്കേണ്ടതെന്ന് നിങ്ങളെല്ലാവരും കൂടി തീരുമാനിക്കാൻ പറഞ്ഞു. 3.5 ലക്ഷം രൂപ. അങ്ങനെ എന്ത് ചെയ്യുന്നു, അനീഷ് പറയുന്നു നൂറയ്ക്ക് കൊടുക്കാം. കാരണം എന്താ പറയുക, നൂറ ആദിലയായിട്ട് ഇപ്പോൾ വേണമെങ്കിൽ ഗ്രൂപ്പ് കളിച്ച് അക്ബറിനെ പുറത്താക്കാമായിരുന്നു, പക്ഷേ കളിച്ചില്ല, ഫെയർ ആണ് കളിച്ചതെന്ന് പറയുന്നു. അനുമോള് നൂറയുടെ പേര് പറയുന്നു. ഷാനവാസ് നൂറയുടെ പേര് സ്ട്രഗ്ലിംഗ് പീരീഡാണ്, ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു, ലോണൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. അടുത്ത് സാബുമാൻ നൂറയുടെ പേര്, നെവിൻ നൂറയുടെ പേര്, ആദിലയും നൂറയുടെ പേര്, എല്ലാവരും നൂറയുടെ പേര് തന്നെയാണ് പറയുന്നത്. അങ്ങനെ നൂറയ്ക്ക് കിട്ടുന്നു 3.5 ലക്ഷം രൂപ. ഇന്നലെ വരെ ടോട്ടൽ ഇവർക്ക് കിട്ടിയിരുന്നത് എത്രയാണ്, 1,24,790 രൂപ. അത്രയാണ് ഇന്നലെ വരെ ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് 3,50,000 കൂടി അവർക്ക് കിട്ടി. അപ്പോൾ മൊത്തത്തിൽ 1,24,790 രൂപയും
ഈ പറയുന്ന 3,50,000 രൂപ കൂട്ടിയിട്ട് 4,74,790 രൂപ വീട്ടുകാർക്ക് കിട്ടി. അതായത് ഏതാണ്ട് 5 ലക്ഷം അടുപ്പിച്ച് 5 ലക്ഷം രൂപയ്ക്ക് ഒരു 26,000 രൂപയുടെ കുറവ് അത്രയും വെച്ച് ഇവർക്ക് കിട്ടി. ഇനി ഈ പറയുന്ന 50 ലക്ഷത്തിൽ എന്തുണ്ട്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. 50 ലക്ഷത്തിൽ കുറച്ചേ ഉള്ളൂ. ഇനി ചിലപ്പോൾ ഒരു 3-4 ലക്ഷം രൂപയുടെ ടാസ്കുകളൊക്കെ വരുമായിരിക്കും. ഇതാണ് ഏറ്റവും വലുത്. ഈ ടാസ്ക്കാണ് ഏറ്റവും വലുത്. അപ്പം ഇനി അറിയത്തില്ല. ഇനിയിപ്പോൾ 45,25,210 രൂപ അത്രയാണ് ഇപ്പോൾ കയ്യിലുള്ളത്. 45,25,210 രൂപയാണ് ഇനി വിന്നിങ് എമൗണ്ട് എന്ന് പറയുന്നത്. 5 ലക്ഷം ഗുദാഹബ. ഇനി ചിലപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ ടാസ്കുകളും കൂടി ഇനിയിപ്പോൾ ഇന്നും നാളെ ഉണ്ടല്ലോ, നാളെയും ഷൂട്ടുണ്ട്. അത് നമുക്ക് മറ്റന്നാളല്ലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ ഇന്ന് ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു 1.5 ലക്ഷം രൂപയുടെ ടാസ്ക് കൊടുത്ത് കാണും. നാളെ ഒരു 1.5 ലക്ഷം രൂപയുടെ ടാസ്ക് കൊടുത്തൊരു 3-3.5 ലക്ഷം ആക്കുമ്പോൾ അത് തീരും. പണപ്പെട്ടി വെക്കുമോ വേണ്ടതെന്നൊക്കെയുള്ള അവരുടെ തീരുമാനമാണ്. ചിലപ്പോൾ വെക്കൂല, കണ്ടന്റ് ഇല്ലല്ലോ. പണപ്പെട്ടി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പോലെ സായി 5 മിനിറ്റിൽ എടുത്ത പോലെ ഒരു പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗുദാഹബയ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തെങ്കിലും ട്വിസ്റ്റ് വരുമോ എന്നുള്ളത്. നെവിനും അനുമോളും കൂടെ ഒക്കെ ഉള്ളത് പറഞ്ഞ് വിഷയം മാറ്റുന്നുണ്ട്. നെവിൻ പിന്നീട് സംസാരിക്കുന്ന അനു എൻ്റെ ദേഷ്യമൊന്നും വെക്കരുത്, ഗെയിമാണ്, ഗെയിമൊക്കെ തീർന്നു, ഞാൻ ആകെ മെന്റലി ഡിപ്രസ്ഡ് ആയിരിക്കാൻ, എൻ്റെ ഇങ്ങനെ കളിപ്പൊന്നും വെക്കില്ലെന്നൊക്കെ പറയുന്നു. അവർ പിന്നെ സെറ്റായ വലിയ വിഷയമൊന്നും ഇല്ലാതെ പോവാണ്. പക്ഷെ പാട്ട ഗേൾസിനെ അടുപ്പിക്കുന്നില്ല അനുമോള്. നോക്കാം, വരും മണിക്കൂറുകളിൽ അപ്ഡേറ്റുമായിട്ട് വരാം. ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ എന്താണ് പൈസ, വിന്നിങ് എമൗണ്ടിൽ നിന്നും പൈസ എടുത്തത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പണപ്പെട്ടി ടാസ്കിലെ വിന്നിങ് എമൗണ്ടിൽ നിന്ന് പൈസ എടുത്തതിനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ വേറെ കാര്യമൊന്നുമില്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബിഗ് ബോസ് കൊടുത്തതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.